ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയാണ് അയാളെ കൊന്നെന്നുള്ള എല്ലാ തെളിവുകളും സാക്ഷികളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ, അതങ്ങോട്ട് കൊടുക്കടോ. അവ ഒപ്പിട്ടരും. ഒപ്പിടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒപ്പിടില്ല. എന്നെ കൊന്നാലും ഒപ്പിടില്ല. അവനെ കൊണ്ടെല്ലാം സമ്മതിപ്പിച്ച് അവന്റെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തണം. സർ, അത്ര പെട്ടെന്ന് അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം. ഈ കേസിൽ അവൻ തന്നെയാണ് പ്രതി. സർ, നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആ സ്കെൽട്ടന്റെ റിമൈൻസ് മാത്രമാണ്. പിന്നെ സംഭവം നേരിട്ട് കണ്ട ഒരു സാക്ഷി പോലുമില്ല. പിന്നെ എങ്ങനെയാ സർ? സാക്ഷി ഉണ്ടെങ്കിലോ? വെറും സാക്ഷിയല്ല, മാപ്പ് സാക്ഷി. അതാരാ സർ? പറയാം. അതിനു മുമ്പ് നമുക്ക് ഇത് ചെയ്തത് അവൻ തന്നെയാണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആദ്യമായിട്ടൊന്നല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ആ ബുദ്ധിമുട്ട് മാറ്റാനുള്ളതൊക്കെ തന്റെ അക്കൗണ്ടില് ഇന്ന് തന്നെ ക്രെഡിറ്റ് ആവും. സാറ് മുന്നിൽ നിൽക്കുമ്പോ പിന്നെ എനിക്കെന്താ പ്രശ്നം? നമുക്ക് സമ്മതിപ്പിക്കാം സാറേ. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ലാതെ ചോദിക്കുന്നതിന് നല്ല മണിയായിട്ട് ഉത്തരം പറഞ്ഞ നിന്റെ ശരീരത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. അതല്ല ഞങ്ങളുടെ മുമ്പിൽ തരികിട കളിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിന്നെ വാരി വലിച്ച് ഞങ്ങൾ ഭിത്തിയിലടിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞോ, അനിരുദ്ധനെ നീ എങ്ങനെയാ കൊന്നേ? സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. സാറേ, സി ഐ സാറേ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. നീ ആരെയും കാണാൻ പോകുന്നില്ല. ആദ്യം നീ ഇതിൽ ഒപ്പിട. ഒപ്പിടാനോ? എന്താ ഇത്? ഏഴ് വർഷം മുമ്പ് അനിരുദ്ധനെ നീ കൊന്ന് ചാക്കി കെട്ടി ആ പാറമടയിലിട്ടു എന്നു നീ സമ്മതിക്കുന്നു എന്ന നിന്റെ മൊഴി. അത് വായിച്ചു കേട്ടു നീ സമ്മതിച്ചു എന്ന് ഞങ്ങൾക്ക് നീ ഇപ്പൊ ഒപ്പിട്ട് തരണം. സാറേ, നിങ്ങൾ എന്നെ ഇതിൽ കൊടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന സാറൊന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഏത് കടലാസ് വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. ഇതല്ല, ഏത് കൊലപാതകം വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാം. എത്ര വർഷം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാം. പക്ഷെ ഇപ്പൊ സാറിനെ ഒന്ന് പുറത്തു വിട് സാറേ. ഞാൻ അർച്ചനെ കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് എല്ലാ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഏത് കടലാസിലും ഞാൻ ഒപ്പിട്ടോളാം. ഓഹോ, അപ്പൊ നിന്റെ അർച്ചനെ കണ്ടുപിടിച്ച് തിരിച്ചു വന്നാലേ നീ ഇതിനകത്ത് ഒപ്പിടുള്ളൂ അല്ലേ? സാർ, ഞാൻ നിങ്ങളെ പറ്റിക്കില്ല. ഇത്രയും കാലം അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്നവനാ ഞാൻ. ഇപ്പോ അവൾ എന്റെ കൺമുമ്പിൽ എവിടെയോ ഉണ്ട്. അവൾ ഇറങ്ങിപ്പോയ അന്ന് നഷ്ടപ്പെട്ടതാ സാറേ എനിക്ക് എന്റെ കുടുംബം. എന്റെ അച്ഛൻ മരിച്ചു. ചതിയിലൂടെ ഞങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. കോടീശ്വരന്മാരായിരുന്നു ഞങ്ങള്. ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ അർച്ചന തിരിച്ചു വന്നാ ഇതെല്ലാം നേരെയാവും. എന്റെ കുഞ്ഞ് അവളുടെ കൂടെയുണ്ട്. അവളെയും കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വന്ന് സാറ് പറയുന്ന പോലെ ഈ കുറ്റം ഏറ്റെടുത്തോളാം. പ്ലീസ് സാർ, ദയവ് ചെയ്ത് ഇപ്പൊ എന്നെ ഒന്ന് വിടണം. നിന്നെ നിന്റെ പെണ്ണുമ്പിള്ളൻ കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ടുവന്നത്. അനിരുദ്ധന്റെ കൊലക്കേസിലെ പ്രതിയാണ് നീ. നീയാണ് അയാളെ കൊന്നെന്നുള്ള എല്ലാ തെളിവുകളും സാക്ഷികളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ, അതങ്ങോട്ട് കൊടുക്കടോ. അവ ഒപ്പിട്ടരും. ഒപ്പിടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒപ്പിടില്ല. എന്നെ കൊന്നാലും ഒപ്പിടില്ല.
സാർ സാർ അല്ലല്ല സാർ പ്ലീസ് സാർ എണിക്കടോ, നിന്നോട് എണിക്കാനല്ലേ പറഞ്ഞേ? ശ്വാസമുണ്ട് സാറേ. കുറച്ച് വെള്ളം എടുത്ത് അവന്റെ മുഖത്തൊഴുകി. സാർ മുഖത്ത് വെള്ളം തളിച്ചു കൊടുക്കും. ഇവനെ ഇന്റർഗേഷൻ റൂമിലേക്ക് കൊണ്ടു. ശരി സാർ. എണിക്കണം കേട്ടോ. നടക്ക്. മോനെ, നീ ചായ കുടിക്കേ. എത്ര നേരമായി നീ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? സാരമില്ലമ്മേ. കുടിക്കേ. ഇവള് പറഞ്ഞത് കേട്ട് നീ ടെൻഷൻ ആവണ്ട. അതിൽ കാര്യമൊന്നുമില്ല. മാനസികതലം തെറ്റുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ പറയും. ഇവള് നമ്മുടെ സമൃദ്ധയാ. എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വേണം. വിശദമായ ചെക്കപ്പ് തന്നെ വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സമൃദ്ധയുടെ മനസ്സിന് എന്തോ ഷോക്കേറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പറയില്ല. ഇത്രയും നാളും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഇതുവരെ ഞാൻ സമൃദ്ധയല്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവളുടെ മനസ്സിനേറ്റ ഷോക്ക് അത്രയ്ക്ക് വലുതാ. എന്റെ ഷോക്ക് ഒന്നുമില്ല. സാധാരണ പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങനെ ഡിപ്രഷനൊക്കെ വരാറുള്ളതാ. പ്രസവത്തെ തുടർന്ന് പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ഭ്രാന്ത് വരെ വരുന്ന അവസ്ഥയുണ്ട്. പിന്നല്ലേ ഇത്. നിന്നെ പ്രസവിച്ച സമയത്ത് എനിക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എനിക്ക് ആ പ്രശ്നം മാറുകയും ചെയ്തു. ഇതും അതുപോലെ തന്നെയാ. പേടിക്കാനൊന്നുമില്ല. 2 ദിവസത്തെ ചികിത്സ കൊണ്ട് എല്ലാം മാറിക്കോളും.